വ്യവസായ സ്ഥാപനങ്ങളുടെ ചൂഷണം തടയാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം കവർന്ന സംസ്ഥാന സർക്കാർ പഞ്ചായത്തി രാജ് സംവിധാനത്തിനു നേരെയാണ് വാളോങ്ങുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലത്തെ പുതിയ പ്രഖ്യാപനം പഞ്ചായത്ത് രാജ് നിയമത്തെ അട്ടിമറിക്കുന്നതിനും ജനകീയാസൂത്രണ സംവിധാനത്തിന്റെ തത്വങ്ങളെ തകർക്കുന്നതുമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആക്ഷേപിക്കുക. ഇടതുമുന്നണി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ജനകീയാസൂത്രണം പരാജയമായിരുന്നോ എന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കണം. കൊക്കക്കോള കമ്പനിയെ പുറത്താക്കിയത് പെരുമാട്ടി പഞ്ചായത്ത് അവരുടെ ലൈസൻസ് റദ്ദാക്കിയ തീരുമാനത്തിലൂടെയാണ്. പഞ്ചായത്തുകളുടെ അത്തരം ശക്തമായ ഇടപെടലുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കിയത്. ഇടതുമുന്നണിയിൽ ഒയാസിസ് മദ്യ കമ്പനി ഒരു ഘടകകക്ഷിയെ പോലെയാണ്. അതാണ് കമ്പനിക്ക് അനുമതി നൽകാനുള്ള നീക്കത്തെ എതിർത്ത CPIയെ പോലും തള്ളി കമ്പനി അനുവദിക്കുമെന്ന് CPM നിലപാടെടുക്കുന്നത്. മന്ത്രി MP രാജേഷ് കമ്പനിയുടെ വക്താവായാണ് സംസാരിക്കുന്നത്. പാരിസ്ഥിതിക ചൂഷണം നടത്തി പിടിക്കപ്പെട്ട കമ്പനിക്ക് മറ്റൊരിടത്ത് പ്രവർത്തനാനുമതി നൽകുന്നതിൽ തടസ്സങ്ങളുണ്ട്. ശ്രീ MP രാജേഷ് ഒരു കാര്യം വ്യക്തമാക്കണം. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിവെച്ച ജനകീയാസൂത്രണ പദ്ധതി കേരളത്തിൽ പരാജയമാണ് എന്ന് വ്യക്തമാക്കാൻ ശ്രീ MP രാജേഷ് തയ്യാറാവണം. കാരണം ജനകീയാസൂത്രണ പദ്ധതി എന്താണോ ഇടതുപക്ഷം വിഭാവനം ചെയ്തത്, എന്താണോ CPM കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്, അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാരിന്റെ നടപടി. ഒയാസിസ് കമ്പനി സർക്കാരിന് നൽകിയ പ്രോജക്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. കമ്പനിയെ ഒരു തരത്തിലും കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും BJP ശക്തമായ സമരം തുടരുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.